എങ്ങനെയുണ്ട് റിയാദിലെ മഴയൊക്കെ? ഇടിയും വെട്ടുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഈ മഴയത്തൊക്കെ നല്ല ചൂട് ചൂട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മസാല ബ്രെഡിൻ്റെ റെസിപ്പി ആട്ടോ കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമുളക് കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ചെറുതാക്കി അരിഞ്ഞൊരു പകുതി തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞൊരു പകുതി ക്യാപ്സിക്കോ കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ പൊടികളായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പാട്ട ചേർത്ത് കൊടുത്തിരിക്കണേ. ഇനി നമ്മൾ ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുന്ന സമയം കൊണ്ടേ നമുക്കൊരു 7 പീസ് ബ്രെഡ് ഇതേപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ബ്രെഡ് നമ്മുടെ മസാലയിലോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മസാല നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം മാത്രം ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ട നന്നായിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുക. നമ്മളെ ബ്രെഡ് ചേർത്തതിന് ശേഷം മാത്രം മുട്ട ചേർത്താൽ മതിയിട്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ മുട്ടൻ്റെ നനവ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുട്ട വേറെ ബ്രെഡ് വേറെ രണ്ടും നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത പോലെ കിടക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസ് കൊണ്ട് ചേർത്തോളൂ കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും നമ്മളുടെ ഈ ഒരു മസാല ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ ഒരു മഴയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ധാരാളമാണല്ലോ.